ഹലോ ഗായ്സ്, ഞാനിന്ന് തിരുവനന്തപുരത്ത് എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ്. ഇന്ന് ഒരു കണവ സ്പെഷ്യല്, അതായത് കൂന്തൽ. ഈ നാട്ടിൽ കണവ എന്ന് പറയും, പാലക്കാട് സൈഡിൽ കൂന്തൽ എന്ന് പറയും. ആദ്യം ചുവട് കട്ടിയുള്ള ഒരു ചട്ടി മൺപാത്രം എടുത്തു വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇന്നൊരു നളപാചകമാണ്. എൻ്റെ അനിയൻ കടുകിടുന്നു. ആദ്യം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കടുക് പൊട്ടിത്തുടങ്ങി. ഇനി അതിനുശേഷം ഉലുവ പൊടിച്ചു വെച്ച ഉലുവ ഒരു നുള്ളിട്ടു. ഇനി കറിവേപ്പില ഇടുന്നു. അതിനുശേഷം മല്ലിച്ചപ്പ് കുറച്ചിട്ടു. പിന്നെ ഇനി സവോള ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് ഇടുന്നത്. അതിന് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. മൂപ്പര് നല്ലൊരു കുക്കാണ്. അടുത്തതായി സബോള ഇടാം. സവോള ഒന്ന് വഴഞ്ഞതിന് ശേഷമല്ലേ തക്കാളി ഇടുള്ളൂ. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അതേ ഉപ്പിടുന്നു. ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് കണവ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കണവ അഥവാ കൂന്തൽ. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അടച്ചു വെക്കുക. ഈ സമയം കൊണ്ട് അതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയെന്ന് പറയാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മസാല, അതായത് എന്താ പറയുക, പെരിഞ്ജീരകം അല്ലേ, പെരിഞ്ജീരകം കൂടി പൊടിച്ചത്, പിന്നെ കുറച്ച് ഗരം മസാല, കുരുമുളക്, പിന്നെ അത്ര തന്നെ. ഇത്രയും മസാലകളാണ് ഇതിൽ ചേർക്കുന്നത്. ഈ കൂന്തൽ വേവാൻ നല്ലോണം സമയം പിടിക്കുമോ? അതെ. തക്കാളി. ഓക്കെ, അടുത്തത് തക്കാളി ഇട്ടു. അപ്പൊ നമുക്ക് അതിലേക്ക് മസാല ഇടാം. ഇപ്പൊ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മസാലയും ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, മസാലകൾ പൊടിച്ചത് കഴിഞ്ഞില്ലേ? വേണ്ട മസാലകളെല്ലാം കൂടി ഇട്ടിട്ട് അത് ഇളക്കുക. നമ്മുടെ കണവ ഇപ്പുറത്ത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കുകയാണ്. ഇനി ഈ മസാലയിലേക്ക് നമ്മുടെ കുറച്ച് പകുതിയോളം വെന്ത കൂന്തൽ അതിലേക്ക് ചേർക്കും. കൂന്തൽ ഓഫ് ചെയ്തില്ലേ? ഓക്കെ, ഇനി ഇത് അതിലേക്ക് ഒഴിക്കും അല്ലേ? ഇത് ഊറ്റിയിട്ടാണ് അതിലിടുന്ന കാണാനുള്ളത്. ഇത് ഊറ്റിയിട്ട് കൂന്തൽ ഇടുന്നത്. അതിൻ്റെ വെള്ളം അതിൽ ഒഴിക്കുന്നില്ല. അതെന്താ കാരണം എന്നറിയില്ല. റോസ്റ്റ് ആയതുകൊണ്ടായിരിക്കും വെള്ളം ഒഴിക്കാത്തെന്ന് തോന്നുന്നുണ്ട്. അതും ഇനി അതിന്ന് വെന്ത് വരുമോ? വെള്ളം വരുമോ? വരും. കുറച്ച് വെള്ളം വരും. മുഴുവനായിട്ട് അതിലേക്ക് ഇടണം. അതിന്ന് തന്നെ ഇന്നും വെള്ളം ഇറങ്ങി വരുന്നാണ് പറയണത്. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ചേർത്തിളക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് എരിവ്
ആവശ്യത്തിനേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് മുന്തി നിൽക്കേണ്ടതാണ്. ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് അരിവേ ചേർത്തിട്ടുള്ളൂ അല്ലേ? കുറച്ച് അടച്ചു വെക്കണം. എത്ര നേരം? 10 മിനിറ്റ്. കുക്കിംഗ് ഇഷ്ടമാണ് അനുവിന്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അത് കുറച്ചും കൂടി ഇടണം. അയ്യോ മതി, എനിക്ക് പേടിയാവണം. അപ്പോൾ ഏകദേശം റെഡിയായി. അപ്പോൾ അത് കാരണം കൊണ്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചു. അപ്പോൾ വെന്ത് കഴിഞ്ഞു, തുറന്നു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലതാണ് കഴിച്ചാൽ. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് കൂന്തൽ. ഇത് കൂന്തൽ റോസ്റ്റാണെന്ന് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്യണം. കോഫിയല്ലേ? ആവി പറക്കണ നമ്മളെ കൂന്തൽ റോസ്റ്റ് കഴിച്ചു നോക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാം? പൊറോട്ട, എല്ലാത്തിൻ്റെ കൂടെ നല്ലതാണല്ലേ? ഉപ്പൊക്കെ പാകാണോ? സൂപ്പറാ. നല്ലതാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.